ആ കൃഷ്ണേട്ടൻ വരൂ വരൂ. കൃഷ്ണേട്ടത്തെ കൃഷ്ണേട്ടൻ വന്നു. എന്താ കുട്ടി നീ കാണിക്കണേ? ദേഹം അനക്കരുതെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്? മനഃപൂർവ്വമാണോ അതോ? മനഃപൂർവ്വമാണ്. അമ്മേ, ബാലൻ ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ. അമ്മയാകാൻ താല്പര്യമില്ലാത്ത ഇവളെ വിവാഹം കഴിച്ചത്. ഇവരുടെ എല്ലാ നിർബന്ധങ്ങളും ഇവ സമ്മതിക്കേണ്ടി വന്നത് അമ്മയ്ക്ക് വേണ്ടി മാത്രമാണ്. ഒരു ഭാര്യയായ മാറ്റമുണ്ടാവുന്ന കരുതിയത്. അമ്മേ, നമ്മുടെ കുഞ്ഞിനെ മുളയിലേ നുള്ളാനുള്ള ശ്രമമാണ്. പറഞ്ഞു മനസ്സിലാക്കായിരുന്നില്ലേ? പറഞ്ഞു, അറിയാവുന്ന ഭാഷകളിലെല്ലാം മനസ്സിലാവണ്ടേ അമ്മേ? അറിഞ്ഞാ നിങ്ങളുടെയൊക്കെ ചങ്ക് പൊട്ടു എന്നുള്ളതുകൊണ്ടാ ഇവൾക്ക് ഇവിടെ സൗന്ദര്യമാണ് വലുത്. എന്താ മോളെ ഇതൊക്കെ? മനഃപൂർവ്വമാണെന്ന് പറഞ്ഞില്ലേ? എടീ, മുത്തശ്ശനാകാൻ പോണെന്നുള്ള സന്തോഷ വാർത്ത അറിഞ്ഞ് മോൾക്കൊരു സമ്മാനമായിട്ടാണ് തന്നത്. സ്വന്തം കുഞ്ഞിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന പെണ്ണ് മിസ് ഇന്ത്യ അല്ല വിശ്വസുന്ദരിയായാൽ പോലും ഏത് തറവാട്ടിലും അധികം പറ്റാ. എടീ, നീ ചെയ്യുന്നതിന് ശിക്ഷ എന്താന്ന് നിനക്കറിയോ? എന്ത് ശിക്ഷ വേണേലും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാ. ഇതല്ലാതെ വേറെ വഴിയില്ല. ഇനി ആര് വിചാരിച്ചാലും എന്നെ രക്ഷപ്പെടുത്താനാവില്ല. എന്താ അച്ഛ തുറന്നു പറയൂ മോളെ? ഇല്ല അച്ഛമ്മേ, അത് എളുപ്പമല്ല. പറയൂ മോളെ, ഞങ്ങളൊക്കെ ഇല്ലേ? എന്താന്ന് വെച്ചാ നീ പറയും മോളെ. She's okay. Mr. Fernandez, good selection. Thank you. Her name is Lekha. അവരോട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. Shall I call her? Okay. അങ്ങനെയാകുമ്പോൾ നമുക്ക് അവരെ നേരിട്ട് കാണാമല്ലോ. Sure. Send them here. Hello. Miss Lekha Menon. Meet Mr. Suresh Oberoi. ഹലോ സർ. Chief Executive of Canon Private Limited. ഓ, ഇവരുടെ കമ്പനിയുടെ ആഡിന് വേണ്ടിയിട്ടാണ് ലേഖയെ സെലക്ട് ചെയ്യുന്നത്. നൈസ് ഓഫ് യു സർ. ഈ കാരിയറിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ യു വിൽ ഹാവ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ. താങ്ക് യു വെരി മച്ച്. അങ്ങനെയാണെങ്കിൽ കോൺട്രാക്ട് സൈൻ ചെയ്തോളൂ. ഓ ഷ്യൂർ. മൂന്ന് വർഷത്തേക്കാണ് കോൺട്രാക്ട്. ഈ പീരീഡിൽ വേറെ ഒരു ഫാമിലി വർക്ക് ചെയ്യാൻ പാടില്ല. യു ക്യാൻ ഗോ ത്രൂ ദ കോൺട്രാക്ട്. പെൻ പ്ലീസ് സർ. ഓൾ ദ ബെസ്റ്റ് മിസ് ലേഖ മേനോൻ. താങ്ക് യു സർ. ഇനി ഒരു കാര്യം ഞാൻ ചെയ്യാനുണ്ട്. Come on. Lily, keep this and give me the check. This is your advance. താങ്ക് യു. താമസിയാതെ ലേഖയ്ക്കിന്റെ കോൾ പ്രതീക്ഷിക്കാം. ഓക്കെ. Shall I move sir? Of course. കല്യാണം കഴിഞ്ഞ വിവരം മിസ്റ്റർ ഫെർണാണ്ടസ് അറിഞ്ഞപ്പോൾ അയാൾ ടെലിഫോണിലൂടെ എന്നെ വോൺ ചെയ്തിരുന്നു. ബാലേട്ടനുമൊത്ത് ഹണിമൂണിന് പോയ ഒരു ദിവസം ഞാൻ മിസ്റ്റർ ഫെർണാണ്ടസിനെ കാണാൻ ചെന്നു. ഐ എം സോറി. 3 വർഷത്തെ കല്യാണം കഴിക്കരുതെന്ന് കോൺട്രാക്റ്റിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടില്ലേ? സോറി സർ, വായിച്ചില്ല. അങ്ങനെ ഒരു ക്ലോസ് ഉള്ള വിവരം സർ ടെലിഫോൺ ചെയ്തപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഈസ് ഇറ്റ് മൈ മിസ്റ്റേക്ക്? കോൺട്രാക്ട് സൈൻ ചെയ്യുന്നതിന് മുമ്പ് വായിച്ചു നോക്കാൻ ഞാൻ പറഞ്ഞിരുന്നല്ലേ? തെറ്റ് എന്റെയാ. എല്ലാരും നിർബന്ധിച്ചപ്പോ സമ്മതിക്കേണ്ടി വന്നു. ഓബ്ലിഗേഷൻസ്. ഓബ്ലിഗേഷൻസ്. ലേഖ മേനോൻ എന്നോട് മാത്രമേ കടപ്പാടുള്ളൂ, ഉണ്ടാകാവൂ. ഒള്ളി ഒഫീഷ്യൽ. ഐ എം സോറി സർ. ജീവന് തുല്യം സ്നേഹിക്കുന്ന ഭർത്താവ്, സ്വന്തം മകളോടെന്ന പോലെ സ്നേഹം കാണിക്കുന്ന കുടുംബം. ഐ എം വെരി ഹാപ്പി. ഈ പ്രൊഫഷൻ ഞാൻ നിർത്തുക. ഡ്രാഫ്റ്റാ ഇതുവരെ സാർ എനിക്ക് തന്ന തുക. പ്ലീസ് അക്സെപ്റ്റ് ദിസ്. ഡോണ്ട് ബി സില്ലി. വേണ്ടെന്ന് തോന്നുമ്പോൾ വലിച്ചെറിഞ്ഞു പോവാൻ ഇതെന്താ സർക്കാർ ഓഫീസോ? ഈ പ്രൊഫഷൻ അതിൻ്റെതായ ഒരു ചട്ടക്കൂടുണ്ട്. കോടികൾ വിറ്റഴിയുന്ന ഒരു പ്രൊഡക്റ്റിന്റെ മോഡലാണ് ലേഖ. ആ സ്ഥാപനം വേറൊരു പരസ്യം വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. ലേഖ മേനോൻ അത് ചെയ്യേണ്ടി വരും. യു നോ വൈ? ദിസ് ഈസ് ബിസിനസ്. സർ, ഇപ്പൊ എനിക്കാവില്ല.
പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ. ഐ ഡോണ്ട് വാണ്ട് ടു ഹിയർ എനിത്തിങ്. നമ്മൾ തമ്മിലുള്ള ബന്ധം ഒരു കോൺട്രാക്ട് മാത്രമാണ്. ലേഖ എന്നെ ലെറ്റ് ഡൗൺ ചെയ്താൽ ഞാൻ കോടതി കയറ്റും. ഐ വിൽ സീ യു ആൻഡ് ഐ ഡോണ്ട് ഹാവ് എനി സെന്റിമെന്റ്സ്. യു മേ ഗോ. ആവശ്യം വരുമ്പോൾ ഞാൻ വിളിക്കും. യു ഹാവ് ടു റിപ്പോർട്ട്. ലേഖ, പ്ലീസ് കം. കരയാ പിഴിയാന്നൊക്കെ പറഞ്ഞ കണ്ണുടക്കി. കല്യാണം കഴിഞ്ഞാൽ ഞാൻ കമ്പനി അറിയിക്കാതിരിക്കാം. ജസ്റ്റ് എ ഫേവർ. പക്ഷേ ഐ ഡോണ്ട് നോ, ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി പറയാൻ എനിക്ക് വിഷമമുണ്ട്. ബട്ട് ഐ എം ഫോഴ്സ്ഡ് ടു ഡു. ഐ എം എ ബിസിനസ് മാൻ. എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. യു ഷുഡ് നോട്ട് കൺസീവ്. മനസ്സിലായല്ലോ? കോൺട്രാക്ട് പീരീഡ് കഴിയുന്നവരെ ഗർഭം ധരിക്കരുത്. സർ, ഒരു കുഞ്ഞിന് വേണ്ടി ആ കുടുംബം. ഗോ ടു ഹെൽ. കുടുംബം, ബന്ധം, അതൊന്നും എനിക്കറിയണ്ട. ഒരു ഉപകാരം ചെയ്യാമെന്ന് വെച്ചാൽ ലിസൺ, ഇനിയും ലേഖയുടെ ഇഷ്ടപ്രകാരമാണ് നീങ്ങുന്നെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. യു മേ ഗോ. സർ, ഇതല്ലാതെ എനിക്ക് മറ്റൊരു മാർഗവുമില്ല. ഇങ്ങനെ ഒരു കോൺട്രാക്ട് ഉള്ള കാര്യം എന്നോട് പറയാറുന്നില്ലേ? അതിന്റെ സീരിയസ്നെസ് എനിക്ക് അറിയില്ലായിരുന്നു. എന്ത് കോൺട്രാക്ട് ആയാലും കല്യാണം കഴിഞ്ഞ പെൺകുട്ടി ഗർഭം ധരിക്കരുതെന്ന് പറയാൻ ഒരു നിയമത്തിനും ആവില്ല. സി മിസ്റ്റർ ബാലേന്ദ്രൻ, നിങ്ങൾ പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും അന്വേഷിക്കേണ്ട കാര്യം എനിക്കില്ല. അറ്റ് പ്രസന്റ് ഷീ ഈസ് മൈ മോഡൽ. കുറെ നേരമായല്ലോ എന്റെ ലേഖ, എന്റെ മോഡൽ എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ട്. അവൾ ഇവന്റെ ഭാര്യ. ആ കുട്ടി എവിടെയോ അറിയാതെ ഒപ്പിട്ട് പറഞ്ഞാൽ നിങ്ങളെ ഒന്നും ആകുന്നില്ല. സാറിന് എന്താ ചെയ്യുന്ന വെച്ചാൽ അങ്ങ് ചെയ്തോ. നീ വാടാ. പിന്നെ സോറി, ശ്രീധരനുണ്ടി വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. മിസ്റ്റർ ഫെർണാണ്ടസ്, ഏത് എഗ്രിമെന്റ് ആയാലും അതിന് പഴുതുകൾ ഉണ്ടാവില്ലേ? പാർട്ടിക്ക് എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിച്ചാലോ? അതിനും കോൺട്രാക്റ്റിൽ വ്യവസ്ഥകളുണ്ട് മിസ്റ്റർ മേനോൻ. ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. പ്ലീസ് ഡോണ്ട് വേസ്റ്റ് മൈ ടൈം. ഈ 15-ാം തീയതി പുതിയ ആഡ് ചെയ്യാൻ ലേഖ ബോംബെക്ക് പോകേണ്ടി വരും. പോയേ പറ്റൂ. അത് നടക്കാത്ത കാര്യമാണ് സാർ. നടന്നില്ലെങ്കിൽ അപ്പം നമുക്ക് നോക്കാം. സർ, ഇറ്റ്സ് ഗുഡ്. ഹലോ, ഞങ്ങൾ അവസാനമായിട്ട് ചോദിക്കുക, ലേഖ എന്താ ചെയ്യേണ്ടത്? കോൾ മീ ആഫ്റ്റർ സം ടൈം. വെരി സിമ്പിൾ. ഷീ ഹാസ് ടു അബോർട്ട്. എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാനോ? അതിനുള്ള ധൈര്യം തനിക്കുണ്ടോ? യെസ്, ഐ മീൻ ഇറ്റ്. ലേഖയ്ക്ക് അതല്ലാതെ വേറെ ഒരു പോംവഴിയില്ല. അതർവൈസ് യു ഹാവ് ടു ഫേസ് ദ കോൺസിക്വൻസ്. വാട്ട് ബ്ലഡി കോൺസിക്വൻസ്? നീ വാടാ. ഇയാളൊരു പിണ്ണാക്കി ചെയ്യാൻ പോകുന്നില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി ഇതും പറഞ്ഞ് എന്റെ ഭാര്യയെ ശല്യപ്പെടുത്തിയാൽ തന്നെ ഞാൻ വെറുതെ വിടില്ല. മിസ്റ്റർ ബാലേന്ദ്രൻ, 15th ഈസ് ദ ലാസ്റ്റ് ഡേറ്റ്. അതിനുള്ളിൽ ലേഖാമേനോൻ ഇവിടെ വന്നില്ലെങ്കിൽ ഞാൻ അവിടെ വരും. ഒറ്റയ്ക്കല്ല, വിത്ത് മൈ ലോയർ. വാട്ട് ബ്ലഡി നീ വാടാ ഇങ്ങോട്ട്. ഫെർണാണ്ടസ്, ഈ നാട്ടിൽ കോടതി നിയമമുണ്ടോന്ന് ഞാനും ഒന്ന് നോക്കട്ടെ. ആ, നോക്ക്. വേസ്റ്റിംഗ് ടൈം. അവരുടെ നിബന്ധനകളെല്ലാം സമ്മതിച്ച് ഒപ്പിട്ട് കൊടുത്തിരിക്കല്ലേ. നിർബന്ധമായി അബോർട്ട് ചെയ്യിക്കാൻ കഴിയില്ലെങ്കിലും ചോദിക്കുന്ന തുക നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. ഭീമമായ ഒരു തുക തന്നെ അവരാവശ്യപ്പെട്ടേക്കാം. മാത്രമല്ല, വലിയൊരു കമ്പനിയായിരിക്കും കേസ് ഫയൽ ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെതായ ഗൗരവമുണ്ടാകും. നിങ്ങൾ പറഞ്ഞതനുസരിച്ച് കേസ് അയാൾക്ക് അനുകൂലമാവാനാണ് സാധ്യത. പിന്നെ എന്താ ഒരു പോംവഴി? അയാളുമായി തന്നെ സംസാരിച്ച് ഒരു തീർപ്പിലെത്തുക. അതേ വഴിയുള്ളൂ. ബാലേട്ടൻ അറിയാഞ്ഞിട്ടാ. പറഞ്ഞ പോലെ പ്രവർത്തിക്കുന്ന ആളാ. നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും, അത്രയല്ലേ ഉള്ളൂ. മിസ്സസ് ലേഖ മേനോൻ. ഹലോ മിസ്റ്റർ ഫെർണാണ്ടസ്. ഹലോ, ഓർമ്മയുണ്ടല്ലോ? ഇന്ന് ഡേറ്റ് 15-ആണ്. ഈസ് മിസ്റ്റർ പ്രസാദ് മൈ ലോയർ. ഇരിക്കൂ. നോ താങ്ക്സ്. ലേഖ മേനോൻ. സോറി, അവൾക്ക് നല്ല സുഖമില്ല. എന്താ വേണ്ടത്? അത് ലേഖയോട് പറയേണ്ടതാണ്. മിസ്റ്റർ ഫെർണാണ്ടസ്, പ്ലീസ് ലിസൺ. നോ, നമുക്ക് തമ്മിൽ ഇനി സംസാരിക്കാനൊന്നുമില്ല. ഇപ്പൊ ലേഖയെ കാണാൻ സാധ്യമല്ല.
വെൽ ലേഖ, ലേഖയ്ക്ക് നാളെ ബോംബെക്ക് പോകാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റാണ്, അടുത്ത ആടിനു വേണ്ടി. അതിനു മുമ്പ് ഒരു ഹോസ്പിറ്റലിൽ പോകണം. എല്ലാ അറേഞ്ച്മെന്റ്സും ഞാൻ നടത്തിയിട്ടുണ്ട്. സോറി സർ, എനിക്കതിന് കഴിയില്ല. അവസാനമായി ലേഖയ്ക്ക് ഒരു ചാൻസ് തരികയാണ്. കമൺ പ്രസാദ്, എങ്കിൽ ഈ നോട്ടീസിൽ ഒരു ഒപ്പിട്ട് തന്നാൽ മതി. സർ, തീരുമാനിക്കേണ്ടത് ലേഖയാണ്. ഒന്നുകിൽ ഫ്ലൈറ്റ് ടിക്കറ്റ്, അല്ലെങ്കിൽ ചോയ്സ് ഈസ് യുവേഴ്സ്. സർ, ഇന്ന് വരെ ഞങ്ങൾ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. ദയവായി ഇനി എന്റെ കുട്ടിയെ കണ്ണീര് കുടിപ്പിക്കരുത്. എത്രയോ കാലത്തെ കാത്തിരിപ്പിന് ശേഷമാ ഈ തറവാട്ടിലൊരു കുഞ്ഞുണ്ടാകാൻ പോണത്. ദൈവം അനുഗ്രഹിച്ചതെന്താ ഭാഗ്യം. നിങ്ങളായിട്ട് തകർക്കരുത്. നിയമം നിങ്ങളുടെ ഭാഗത്തായിരിക്കും, പക്ഷെ സത്യം ഞങ്ങളുടെ ഭാഗത്താണ്. ദയവ് ചെയ്ത് എന്റെ മോളെ കോടതി കയറ്റരുത്. സ്നേഹിക്കാൻ മാത്രമേ ഞങ്ങൾക്കറിയൂ, ഞങ്ങളെ ഉപദ്രവിക്കരുത്. നിങ്ങളാണ് എന്നെ ഉപദ്രവിച്ചത്. യു ഹാവ് ചീറ്റഡ് മീ. എന്നിട്ട് എല്ലാവരും കൂടെ എന്നെ ബ്ലെയിം ചെയ്യുവാണോ? നോ, നിങ്ങളുടെ സെന്റിമെന്റ്സ് ഒന്നും എനിക്ക് കേൾക്കണ്ട. സർ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്റെ കുഞ്ഞിനെ വേണമെങ്കിൽ നശിപ്പിക്കാം, അല്ലെങ്കിൽ വലിയൊരു തുക നഷ്ടപരിഹാരമായി ചോദിക്കാം. അതിനു മുമ്പ് ഒന്ന് ആലോചിക്കണം. എന്നെയും ലേഖയും എന്റെ അമ്മയും ഞങ്ങളെല്ലാവരെയും വിട്ടേക്ക്. ഇതെന്റെ അച്ചമ്മയാണ്, ഈ കുടുംബത്തിന്റെ നെടുന്തൂൺ, ഞങ്ങളുടെയൊക്കെ ദൈവം. ഒരൊറ്റ ശ്വസത്തിലാണ് അവര്. മരിക്കുന്നതിന് മുമ്പ് തറവാട്ടിലൊരു കുഞ്ഞുണ്ടായി കാണണമെന്ന് ഇനി സാറിന്റെ ഇഷ്ടം. ലേഖേ, അതൊപ്പിട്ട് കൊടുത്തേക്കും. മോനെ, മോനൊന്നിങ്ങ് വരൂ, വരൂ. ഇത് കണ്ടോ? മോനിത് കണ്ടോ? പിറക്കാനിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞിനു വേണ്ടി ഉണ്ടാക്കിയ ചന്ദനത്തൊട്ടില്ല. അത്രയ്ക്ക് മോഹമുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും. മോന്റെ നഷ്ടം തീർക്കാൻ എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ. ഈ തറവാട് വേണം, എടുത്തോളൂ. ഞങ്ങളുടെ സ്വത്തുക്കളെല്ലാം എടുത്തോളൂ. നിനക്കും ഇല്ലേ മോനെ ഭാര്യയും കുട്ടികളും? ഞങ്ങളുടെ കുഞ്ഞിനെ ഇല്ലാതാക്കരുത്. ഞാൻ മോന്റെ കാല് പിടിക്കാം. ഈ മുത്തശ്ശിയുടെ അവസാനത്തെ ആഗ്രഹം നീ സാധിച്ചു തരില്ലേ മോനെ? അമ്മച്ചി, എന്റെ അമ്മച്ചിയുടെ രൂപം എനിക്ക് ഓർമ്മയില്ല. കുടുംബം, ബന്ധം, സ്നേഹം, അതിന്റെ ഒന്നും വില ഞാൻ അറിഞ്ഞിട്ടില്ല. ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടായത് ആദ്യത്തെ കുഞ്ഞ് പിറന്നപ്പോഴാണ്. പക്ഷെ ആ സന്തോഷം ഒരു വർഷത്തേക്ക് മാത്രം. അവൾ കുഞ്ഞിനെ കൊണ്ട് പോയി. എന്റെ പരിക്ക സ്വഭാവം കൊണ്ടായിരിക്കാം. അതോടെ മനസ്സ് വീണ്ടും മുരടിച്ചു. സുന്ദരികളായ സ്ത്രീകളെ മോഡലുകളായിട്ട് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതിന്റെ ബിസിനസ്. സ്ത്രീയുടെ മറ്റൊരു മുഖം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അമ്മ എന്നോട് പൊറുക്കണം. മിസ് ലേഖ, നോ, മിസ്സിസ് ലേഖ ബാലേന്ദ്രൻ. നിങ്ങളുടെ നേട്ടത്തിന് മുമ്പിൽ എന്റെ നഷ്ടമൊന്നുമല്ല. Now you are free. All the best. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. വാശിയോടെയാണ് വന്നത്, പക്ഷേ ഈ കുടുംബത്തിന്റെ സ്നേഹബന്ധം കണ്ട് അസൂയയോടെ തിരിച്ചു പോകുന്നു. ഗുഡ് ബൈ.
3 മാസമായിട്ടും ചെക്കപ്പ് ഒന്നും നടത്തിയില്ലല്ലേ? നൗ ഇറ്റ് ഈസ് ടു ലേറ്റ്. എന്താ ഡോക്ടർ? ഹൈ BP ഉണ്ട്. ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് എടുക്കണം. ഡോക്ടർ അതുകൊണ്ട് ഡെലിവറിക്ക് എന്തെങ്കിലും? ആ, പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്താ പല കോംപ്ലിക്കേഷൻസും ഉണ്ടാവും. അതുകൊണ്ട് ലേഖയുടെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് ഐ വിൽ അഡ്വൈസ് ഫോർ എ DNC. നോ, ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ലുക്ക് ലേഖ, സീരിയസ്നെസ് അറിയാതെയാ സംസാരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ലേഖയുടെ ലൈഫിന്റെ റിസ്ക്. ആ റിസ്ക് ഞാൻ എടുക്കാം. എന്റെ കുഞ്ഞിനെ നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ലേഖ, ഞാൻ പറയുന്നത്... ഒന്നും പറയണ്ട. എല്ലാവരോടും ഞാൻ പറഞ്ഞു കഴിഞ്ഞു സേഫ് ഡെലിവറി ആയിരിക്കുമെന്ന്. അവരൊക്കെ വളരെ ഹാപ്പിയാ. ചുവരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ പറ്റൂ. എനിക്കിപ്പോ വേണ്ടത് നിന്നെയാ, നിന്നെ മാത്രം. ബാലേട്ട, എനിക്കുള്ള ശിക്ഷയായിരിക്കും ഇത്. എന്റെ കുഞ്ഞിനെങ്കിലും ബാലേട്ടന് സമ്മാനിക്കണം. അതെങ്കിലും. ആരാ മിസ്റ്റർ ബാലൻ? ഞാനാ. ഒന്ന് വരൂ. എന്താ ലേഖ? ബാലേട്ട, അമ്മയെ വേണോ കുഞ്ഞിനെ വേണോന്ന് ഡോക്ടർ ചോദിക്കും. നമ്മുടെ കുഞ്ഞിനെ വേണ്ടെന്ന് മാത്രം ബാലേട്ടൻ പറയരുത്. എന്താ ലേഖ നീ പറയുന്നത്? അങ്ങനെ ഒന്നും സംഭവിക്കില്ല. എന്റെ അവസാനത്തെ ആഗ്രഹ ബാലേട്ട. പ്ലീസ് ബാലേട്ട, ബാലേട്ട. എന്താ ബാല? ഒന്നുമില്ല. എന്താടാ? എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. എനിക്കിതൊന്നും കാണാനുള്ള കെൽപ്പില്ല. എന്നെ അങ്ങ് വീട്ടിൽ കൊണ്ടാക്ക സേവരാ. ആരായണ. അയ്യോ പോവല്ലേ പോവല്ലേ, വണ്ടി പോവല്ലേ, ഡ്രൈവറേട്ടാ, എന്റെ പൊന്നു ഡ്രൈവറേട്ടാ പോവല്ലേ, ഒന്ന് വേഗം വാ, പോലെ വാ, പളിങ്ങി നടക്കാതെ വേഗം വാ. എടാ, അമ്പാടിത്തറവാടി പ്രസവ മത്സരവോ? ചെല്ല് ചെല്ല്. പോയിട്ട് വരട്ടെ, മിക്കവാറും ഇത് വണ്ടി തന്നെ നടക്കും.